ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി നേഴ്സസ് ഡേ. എന്നോട് പലരും ചോദിച്ചു എന്താണ് അമേരിക്കയിൽ വേറെ ഒരു ദിവസം നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ വേറൊരു ദിവസമല്ല. ആക്ച്വലി അമേരിക്കയിൽ ഏകദേശം 1990 മുതൽ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ 1 വീക്ക് സെലിബ്രേഷനാണ് ഇവിടെ നേഴ്സസ് വീക്ക്, അതായത് മെയ് 6 മുതൽ മെയ് 12 വരെ. അപ്പോൾ ചിലപ്പോൾ ഈ വർഷം നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് മെയ് 6-നാണ്. അതുപോലെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ സെലിബ്രേറ്റ് ചെയ്ത് മെയ് 8-ന്. അപ്പം നമ്മൾക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ നേഴ്സസ് ഡേയിൽ ഞാൻ കണ്ടു വളരെയധികം ആൾക്കാർ നേഴ്സസിനെ അങ്ങ് വിഷ് ചെയ്യുവാണ്. ചിറകില്ലാത്ത മാലാഖമാർ, ഭൂമിയിലെ മാലാഖമാർ, സഹനത്തിൻ്റെ പ്രതിരൂപം, അമ്മമാരോട് ഉപമിക്കുന്നു. അതായത് വേതനമില്ലാതെ ജോലി ചെയ്യുന്നവർ, എത്ര ചീത്ത പറഞ്ഞാലും ക്ഷമിക്കുന്നവൾ, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ രോഗീനെ കരുതുന്നവൾ, അങ്ങനെ വളരെയധികം നല്ല നല്ല വാക്കുകൾ നേഴ്സസിനെ പറ്റി പറയുന്നത് ഞാൻ കണ്ടു. വളരെ നല്ല കാര്യമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ നേഴ്സസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതായത് ഈ വർഷത്തെ അമേരിക്കൻ നേഴ്സ് അസോസിയേഷൻ്റെ തീമെന്ന് പറയുന്നത് അവർ നേഴ്സസ്, അവർ ഫ്യൂച്ചർ, അവർ എംപവർ ദ നേഴ്സസ് ടു സേവ് ദ ലൈഫ്. അതായത് നമ്മുടെ നേഴ്സുമാരാണ് നമ്മുടെ ഭാവി. നമ്മുടെ നേഴ്സുമാരുടെ കൈകളിലാണ്. അവരെ നന്നായിട്ട് സ്ട്രെങ്തൻ ആക്കണം നമുക്ക് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയുടെയും എംപവർ നേഴ്സസ് എന്നുള്ളതാണ് തീം. ആക്ച്വലി നമ്മളിത് ചെയ്യുന്നുണ്ടോ? പക്ഷേ ഈ സമയത്ത് എനിക്ക് നേഴ്സസിനോട് പറയാനുള്ളത്, നമ്മൾ ഇനി അധിക നേരം ഇങ്ങനെ നാണം കെട്ട് വല്ലവരും നമുക്ക് കൊണ്ടുത്തരും, ഇത് ചെയ്തു തരും, അത് ചെയ്തു തരും എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ തന്നെ സ്വയമായിട്ട് നേടാൻ നോക്കുക. നിങ്ങൾക്കറിയാമോ, ലോകത്തിൻ്റെ പല ഭാഗത്തും നേഴ്സസ് പൊളിറ്റിക്സിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നേഴ്സസ് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ ഈ കേരളം സാമ്പത്തികമായിട്ടും എഡ്യൂക്കേഷൻ ലെവലിലും ഇത്രത്തോളം ഉയരാനുള്ള മെയിൻ കാരണം നേഴ്സല്ലേ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു നേഴ്സില്ലാത്ത കുടുംബം വളരെ ചുരുക്കമല്ലേ? ഈ നേഴ്സിന് സ്വന്തം വീട്ടിൽ വേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ? സ്വന്തം കമ്മ്യൂണിറ്റിയിൽ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ? സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ? പക്ഷേ നേഴ്സിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാകുന്ന, അവളുടെ വിയർപ്പിൻ്റെ വിലയാകുന്ന ആ പണം ഡൊണേഷനായിട്ട് കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ കൊടുക്കാറുമില്ലേ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിനി മറ്റുള്ളവരെനിക്ക് തരും കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നതിന് പകരമായിട്ട് സ്വയമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നോക്കൂ. നിങ്ങൾക്കറിയാമോ, ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള ഒരാൾക്ക് ഈവൻ IAS-നും IPS-ൻ്റെയും എൻട്രൻസ് എക്സാമിന് പോലും എഴുതാൻ പറ്റും. എനിക്കിത് നേരത്തെ അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിനും ഇതറിയത്തില്ലായിരുന്നു. അതെ, നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിചാരിക്കുന്ന ഒരു പ്രൊഫഷനാണ് IAS-ഉം IPS-ഉം. ഒരു നേഴ്സിന് അത് എഴുതിയെടുക്കാൻ പറ്റും. അത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നേഴ്സ് നമ്മളുടെ മുമ്പിൽ തെളിയിച്ചു തന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ, ഇവിടെ അമേരിക്കയിൽ ഇവിടുത്തെ കോൺഗ്രസ്സിൽ 3 നേഴ്സസ് ഉണ്ട്. ഇവിടുത്തെ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യമല്ലേ നേപ്പാളിലെ ഹെൽത്ത് മിനിസ്റ്റർ നേഹ മേത്ത, അതൊരു നേഴ്സാണ്. അതിലും ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ നേഹ മേത്ത പഠിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതെ നമ്മുടെ AIIMS-ൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാണ് ഇപ്പോൾ നേപ്പാളിലെ ഹെൽത്ത് മിനിസ്റ്റർ. അപ്പോൾ ഇത്രത്തോളം എഡ്യൂക്കേഷൻ്റെ രീതിയിൽ 100% സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് നേഴ്സസിന് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി പ്രവർത്തിച്ചുകൂടാ? അതെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും അയ്യോ എനിക്ക് തായേ, എനിക്ക് വേണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ സ്വയമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കൂ. ആ പോളിസികളൊക്കെ മാറ്റാനുള്ള പവർ സ്വന്തമായിട്ട് നേടിയെടുക്കൂ. അതെ, ഈ നേഴ്സസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതാണ്. നേഴ്സസ്, നിങ്ങൾ
പുറകോട്ട് പോകാതെ, നിങ്ങൾക്കാരെങ്കിലും വില കൊണ്ടുത്തരും എന്ന് നോക്കിയിരിക്കാതെ സ്വയമായിട്ട് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കൂ. നിങ്ങൾ മൾട്ടി ടാസ്ക് പേഴ്സണാണ്, നിങ്ങൾ ടാലൻറ്റഡ് ആണ്. നമ്മൾക്ക് എന്തിനാണ് നമ്മളെ മാറ്റി നിർത്താൻ പറ്റുന്നത്? അതെ, ഫിസിക്കൽ ലേബറിനപ്പുറമായിട്ടുള്ള ജോലി ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മളെ ഒന്നിനും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഓൾ ഇൻ ഓളാണ്. ഇനി പൊളിറ്റിക്സിലോട്ട് കൂടെ ഇറങ്ങി പ്രവർത്തിക്കുക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള എൻ്റെ ഈ നേഴ്സസ് ഡേയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള മെസ്സേജ് ഇതാണ്.